2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ കോഴിക്കോട്ടെ എലത്തൂർ മണ്ഡലം 2011 ഏതു തരത്തിലായിരുന്നു എലത്തൂരിന്റെ വോട്ടിംഗ് ശതമാനം എടുത്തു കഴിയുകയാണെങ്കിൽ എലത്തൂർ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ 2011 1,33,996 വോട്ടുകൾ. 2011 എലത്തൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 82.66. 2011 എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥിയെ എടുക്കുകയാണെങ്കിൽ NCPയുടെ AK ശശീന്ദ്രനാണ് 2011 എലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. ശശീന്ദ്രൻ നേടിയ വോട്ട് 67,143. ശശീന്ദ്രന്റെ ഭൂരിപക്ഷം 14,654. ശശീന്ദ്രനെ കൂടാതെ എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 2011 മത്സരിച്ച ആ പ്രമുഖർ ഷെയ്ഖ് പി ഹാരിസ് ആണ്. അദ്ദേഹത്തിന്റെ വോട്ട് 52,489. അതോടൊപ്പം തന്നെ BJPക്കായി 11,901 വോട്ടുകൾ 2011 എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. VV രാജനാണ് BJP സ്ഥാനാർത്ഥിയായിരുന്നത്. സ്വതന്ത്രനായ ശശീന്ദ്രൻ 1,402 വോട്ടും സ്വന്തമാക്കി. ഇതോടൊപ്പം തന്നെ ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 എലത്തൂർ മണ്ഡലം കണക്കാക്കിയാൽ AK ശശീന്ദ്രൻ 50.14%, ഷെയ്ഖ് പി ഹാരിസ് 39.2%, BJP 8.89% വോട്ട് 2011 എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നേടുകയുണ്ടായി VV രാജനിലൂടെ. സ്വതന്ത്രനായ ശശീന്ദ്രൻ 1% വോട്ടും സ്വന്തമാക്കി. 2011 ഈ കണക്കുകളിൽ നിന്ന് 2016 എത്തുമ്പോൾ മണ്ഡലം വളരെ പ്രതീക്ഷയിലാണ്. നിലനിൽപ്പ് തന്നെയാണ് ഓരോ മുന്നണികളുടെയും ശാസ്ത്രമായി വരുമ്പോൾ എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിനീഷ വൃന്ദാവൻ. 4.5 വർഷ കാലയളവിൽ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും ഇത്തവണ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം. അഭിമാനാർഹമായ നേട്ടങ്ങൾ പലതും കൈവരിക്കാനായി എന്നതാണ് ഇടതുമുന്നണിയും ഒപ്പം AK ശശീന്ദ്രൻ MLAയും മണ്ഡലത്തെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ അവകാശവാദങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിൽ പ്രതിഫലിക്കും? അവകാശവാദങ്ങൾക്കൊപ്പം മറുതന്ത്രങ്ങൾ മെനഞ്ഞു തന്നെയാണ് ഓരോ മണ്ഡലത്തിന്റെ മൂലയിലും മുക്കിലുമൊക്കെ സ്ഥാനാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അവർക്ക് മാർഗനിർദ്ദേശമാകുന്ന പാർട്ടി പ്രവർത്തകരും ഇപ്പോഴേ പ്രചരണം സജീവമാക്കിയിട്ടുള്ളത്. ആദ്യമായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് എലത്തൂർ മണ്ഡലം തങ്ങളുടെ പ്രതിനിധിയെ നിയമസഭയിൽ എത്തിച്ചത്. NCPക്ക് വേണ്ടി ഇടതുമുന്നണിയിൽ നിന്നും മത്സരിച്ചു വിജയിച്ച AK ശശീന്ദ്രനാണ് നിലവിൽ എലത്തൂർ MLA. ഭരണാനുമതി ലഭിക്കാത്ത 8 കോടി ഒഴികെ MLA ഫണ്ട് മുഴുവനായും മണ്ഡലത്തിനു വേണ്ടി ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നതാണ് 5 വർഷത്തെ പ്രവർത്തന നേട്ടമായി AK ശശീന്ദ്രൻ MLA വിലയിരുത്തുന്നത്. ജനങ്ങളുടെ ഒരു ചിരകാല ആവശ്യമായിരുന്നു കോരപ്പുഴ സംരക്ഷണം എന്ന ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കോരപ്പുഴയുടെ ആഴം കൂട്ടി അഴിമുഖത്തു നിന്നുള്ള മണ്ണുകൾ മാറ്റി അതിലെ ശുദ്ധജല നീരൊഴുക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പ്രവർത്തനം ഇതിനകം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാക്കൂർ പഞ്ചായത്തിൽ ഒരു വലിയ നീന്തൽ പരിശീലന കേന്ദ്രം, അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കേണ്ടത് കാക്കൂർ പഞ്ചായത്തിലെ ഈന്താട് പ്രദേശത്താണ് അതുള്ളത്. ആയുർവേദ ആശുപത്രികൾക്ക് കെട്ടിടമില്ലാത്ത പഞ്ചായത്തുകളാണ് ഒന്ന് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തും ചേളന്നൂർ ഗ്രാമപഞ്ചായത്തും. ഈ 2 പഞ്ചായത്തുകൾക്കും ആശുപത്രി കെട്ടിടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് വരികയുമാണ്. ഇതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ബാക്കിയുണ്ട് എന്ന വസ്തുത തുറന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് ജനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടത് ജനങ്ങളാണ്. ഞാൻ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ വിധിയെഴുത്തിന് വിടുന്ന ഒരു സ്വഭാവക്കാരനാണ്. ജനങ്ങൾ എൻ്റെ ഈ അവകാശവാദം അംഗീകരിച്ചു തരും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ MLA പറഞ്ഞുവെച്ച വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയോട് പൂർണ്ണമായും യോജിപ്പില്ലെന്നാണ് എലത്തൂർ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ദിലീപൻ പറയുന്നത്. ശശീന്ദ്രൻ MLAന്റെ പ്രവർത്തനവും ഈ 5 വർഷം കൊണ്ടുള്ള പ്രവർത്തനവും പറയുകയാണെങ്കിൽ വളരെ ലളിതമായ ഒരു പ്രവർത്തനം മാത്രമേ ഈ മേഖലയിൽ കാഴ്ചവെച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ LDFന്റെ 20 വർഷം പോലെ കൈകളുള്ള ഈ മണ്ഡലം മറ്റുള്ള MLAമാരുടെ വികസനം വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് സീറ്റായ
ഈ 10-20 വർഷം കൊണ്ട് ഭരിക്കുന്ന LDFിൻ്റെ സീറ്റിൻ്റെ ഭരണം വളരെ വികസനമായിട്ട് ഈ മേഖലയിൽ തന്നെ കാണേണ്ടതാണ്. MK ശശീന്ദ്രൻ MLAയുടെ മേഖലയിലെ പ്രവർത്തനം ഒന്നും തന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു പ്രവർത്തനവും ഈ ഭാഗത്തോ ഈ മേഖലയിലോ ഉണ്ടായിട്ടില്ല. മറ്റുള്ള മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ മേഖലയിൽ എലത്തൂരിൻ്റെ ഹൃദയഭാഗത്തിൻ്റെ ഒരു മേഖലയിലും ശശീന്ദ്രൻ MLAയുടെ പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അതിൽ ഉപരി ഈ മേഖലയിൽ നിന്ന് ഇവിടെ നിന്ന് ജയിച്ച NPൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഈ മേഖലയെടുത്ത് ഓരോന്നോരോന്നും അക്കമിട്ട് പറയാൻ പറ്റും. അതുപോലെ ഒരു പ്രവർത്തനം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടായില്ല. മറിച്ച് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചില റോഡുകൾക്കുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചും കൊണ്ട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്നു. ഉൾനാടൻ പ്രദേശങ്ങളെ നഗരത്തിലേക്കുള്ള പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കാനുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് മണ്ഡലം നേരിടുന്ന എക്കാലത്തെയും വലിയ വെല്ലുവിളി. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യക്കുറവും വേനൽക്കാലത്തെ കുടിവെള്ള പ്രശ്നവും ഇത്തവണയും തിരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയങ്ങളാകും. എലത്തൂർ വിട്ടുകൊടുക്കാതിരിക്കാൻ ഇടതുമുന്നണിക്കും പിടിച്ചടക്കാൻ വലതുമുന്നണിക്കും ഒരുപാട് വിയർക്കേണ്ടി വരും ഇത്തവണ. രാഷ്ട്രീയ വോട്ടുകൾ ഏറെയുള്ള മണ്ഡലത്തിൽ കനത്ത വെല്ലുവിളി ഇരുമുന്നണികൾക്കും സൃഷ്ടിക്കാമെന്ന കണക്കുകൂട്ടലാകും BJPയും തിരഞ്ഞെടുപ്പിനെ നേരിടുക. എന്നിരുന്നാലും എക്കാലത്തെയും പോലെ കാറ്റ് അനുകൂലമാണെങ്കിൽ ഇടതുമുന്നണിക്ക് ചരിത്ര നേട്ടം തന്നെ ആവർത്തിക്കാനാകും എലത്തൂർ മണ്ഡലത്തിൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് എലത്തൂർ നിയമസഭാ മണ്ഡലം തയ്യാറെടുക്കുമ്പോൾ പ്രചരണ വിഷയങ്ങൾ വളരെ സജീവമായി മണ്ഡലത്തിൽ അവകാശവാദങ്ങളായി തന്നെ മുന്നണികൾ ഉന്നയിക്കുമ്പോൾ വിനീഷ വൃന്ദാവൻ വീണ്ടും മണ്ഡലത്തിൽ നിന്നു. ചരിത്രത്തിന്റെ കൈപിടിച്ചു നടന്നാൽ ഒരുപാടൊന്നും പിറകോട്ടു പോകാനില്ല എലത്തൂർ മണ്ഡലത്തിലെത്താൻ. 2008 രൂപീകൃതമായ ശേഷം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ട അനുഭവ സമ്പത്തെ എലത്തൂർ മണ്ഡലത്തിനുള്ളൂ. ഈ അനുഭവ സമ്പത്തിനെ ഏതു തരത്തിൽ സ്വന്തം നേട്ടമാക്കി വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഓരോ മുന്നണികളും എലത്തൂരിൽ ഇപ്പോൾ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. 2008 മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ രൂപീകൃതമായ മണ്ഡലമാണ് എലത്തൂർ. നഗരവും ഗ്രാമപ്രദേശവും ഇഴചേർന്നു കിടക്കുന്ന ഭൂപ്രകൃതമാണ് എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെത്. ബാലുശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം എന്നീ മണ്ഡലങ്ങളിലെ ഭാഗങ്ങൾ കൂടിച്ചേർത്താണ് എലത്തൂർ മണ്ഡലം രൂപീകരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലെ 1, 2, 3, 4, 5, 75 വാർഡുകൾ, തലക്കുളത്തൂർ, നന്മണ്ട, കുരുവട്ടൂർ, ചേളന്നൂർ, കക്കോടി, കാക്കൂർ എന്നീ പഞ്ചായത്തുകളും കൂടിച്ചേർന്നതാണ് എലത്തൂർ മണ്ഡലം. 2006 തിരഞ്ഞെടുപ്പിൽ ഇടതുചേരിക്കൊപ്പം നിന്ന മണ്ഡലങ്ങളാണ് ബാലുശ്ശേരിയും കൊടുവള്ളിയും. പുനർക്രമീകരണത്തിന് ശേഷം ആദ്യം നടന്ന 2011 തിരഞ്ഞെടുപ്പിൽ എലത്തൂർ മണ്ഡലവും ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. 14,654 വോട്ടുകൾക്ക് വലതുമുന്നണി സ്ഥാനാർത്ഥി ഷേഖ് പി ഹാരിസിനെ തോൽപ്പിച്ച് AK ശശീന്ദ്രൻ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എലത്തൂരിൽ നിന്നുള്ള 6-ൽ 5 കോർപ്പറേഷൻ ഡിവിഷനിലും LDF വിജയിച്ചു. കുരുവട്ടൂർ, കക്കോടി, തലക്കുളത്തൂർ, നന്മണ്ട, ചേളന്നൂർ എന്നീ പഞ്ചായത്തുകളിലും ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോർപ്പറേഷനിലെ ഒരു വാർഡിലേക്കും ഒരു പഞ്ചായത്തിലേക്കും മാത്രമേ വലതുമുന്നണിക്ക് വിജയിക്കാനായുള്ളൂ. കടപുഴക്കങ്ങളും കാറ്റുവീഴ്ചയും ഏറെയുണ്ടായ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എലത്തൂരിന്റെ മനവും നിറവും ചുവന്നു തന്നെയായിരുന്നു. എലത്തൂർ ഉൾപ്പെടുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ UDF വിജയിച്ചെങ്കിലും വോട്ടിംഗ് നില പരിശോധിച്ചാൽ എലത്തൂരിൽ നിന്നുള്ള വോട്ട് ഇടതുമുന്നണിക്കായിരുന്നു എന്ന് വ്യക്തം. LDFന് 5048 വോട്ട്, UDFന് 47,312, BJPക്ക് 14,119 എന്നിങ്ങനെയായിരുന്നു എലത്തൂരിൽ നിന്നുള്ള വോട്ടിംഗ് നില. 77,036 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDFന് എലത്തൂരിൽ ഉണ്ടായിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളും സാമുദായിക കൂട്ടായ്മകളും നിലവിലുള്ള മണ്ഡലമാണെങ്കിലും പരമ്പരാഗതമായി വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് മണ്ഡലം. കോഴിക്കോട്ടെ എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിലെത്തുമ്പോൾ 2016 അതനുസരിച്ചാണ് കണക്കുകൂട്ടലുകൾ പോകുന്നത്. 2011 മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ കണക്കാക്കുകയാണെങ്കിൽ 1,16,261 വോട്ടുകൾ. മൂവാറ്റുപുഴയിലെ 2011 പോളിംഗ് ശതമാനം 75.35. ഈ പോളിംഗ് ശതമാനവും ഈ വോട്ടിംഗ് പാറ്റേണും വച്ചു തന്നെ വിജയിയായത് 2011 ജോസഫ് വാഴക്കനാണ്. 2011 മൂവാറ്റുപുഴയിൽ നിന്ന് വിജയിച്ചത്. ജോസഫ് വാഴക്കൻ സ്വന്തമാക്കിയ വോട്ട് 58,012 വോട്ട്. ജോസഫ് വാഴക്കിന്റെ 2011 ഭൂരിപക്ഷം 5,163 വോട്ടുകൾ. ജോസഫ് വാഴക്കിനെ കൂടാതെ 2011 മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തെ മത്സരിച്ചത് ജനവിധി തേടിയ പ്രമുഖർ ബാബു പോൾ, CPIയുടെ അദ്ദേഹം ബാബു പോൾ സ്വന്തമാക്കിയ വോട്ട് 52,849.
BJP ജിജി ജോസഫിലൂടെയാണ് പ്രകടനം കാഴ്ചവെച്ചത്. 4367 വോട്ടുകൾ. ഈ പ്രമുഖരുടെ ഒക്കെ തന്നെ വോട്ടിംഗ് ശതമാനം 2011 മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിലേത് കണക്കാക്കിയാൽ ജോസഫ് വാഴക്കൻ സ്വന്തമാക്കിയത് 49.90%. അതോടൊപ്പം തന്നെ CPI സ്വന്തമാക്കിയത് 45.46%. ബാബു പോളിലൂടെ BJP 3.76% വോട്ട് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് 2011 സ്വന്തമാക്കി ജിജി ജോസഫിലൂടെ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലം, അതിന്റെ പ്രചരണ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ സ്വഭാവമൊക്കെ വളരെ വ്യത്യസ്തമാണ് മൂവാറ്റുപുഴയെ സംബന്ധിച്ചും. മൂവാറ്റുപുഴയിൽ നിന്നും ഡാനി പോൾ. ഒരു നഗരത്തിന് വേണ്ട വിധം കഴിഞ്ഞ 5 വർഷം കൊണ്ട് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്നാണ് MLAയുടെ അവകാശവാദം. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം യാതൊന്നും ഇതിലുണ്ടായിരുന്നില്ല എന്ന് LDF മറുപടി പറയുന്നു. യഥാർത്ഥത്തിൽ പോയ 5 വർഷം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായി മുന്നണികളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരിക. ആ ചോദ്യങ്ങൾക്ക് മറുപടി തന്നെയാകും ഈ തെരഞ്ഞെടുപ്പും. ഓരോ തെരഞ്ഞെടുപ്പും അതുതന്നെയാണ്. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. അതിവേഗം വളരുന്ന കൊച്ചി നഗരത്തിന്റെ അയൽക്കാരാണ് മൂവാറ്റുപുഴ മണ്ഡലം. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും മൂവാറ്റുപുഴ പോലൊരു പ്രദേശത്തിന് വലിയ സ്ഥാനമുണ്ട്. ഈ സാഹചര്യവും സാധ്യതയുമെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നേറാൻ തന്റെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് MLAയും കോൺഗ്രസ് നേതാവുമായ ജോസഫ് വാഴക്കന്റെ വിശ്വാസം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ ഈ ഒരു കാലത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. വിവിധ മേഖലകളിൽ എന്നാലാവുന്ന രീതിയിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴയ്ക്ക് ഒരു വികസനം കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. KSRTC മുതൽ ഹോസ്പിറ്റൽ മുതൽ ഈ സ്റ്റേഡിയം മുതൽ നമ്മുടെ മുറിക്കല്ല് മൂവാറ്റുപുഴ ബൈപ്പാസ്, മുറിക്കല്ല് പാലം ഉൾപ്പെടെ മറ്റ് നിരവധി നഗരവുമായി മാത്രം ബന്ധപ്പെട്ട പഴയ പാലത്തിൻ്റെ പണി നടക്കുന്നു. ഞങ്ങളുടെ മൂവാറ്റുപുഴ റിവർ ടൂറിസം പദ്ധതിയുടെ ഈ റിവറിൻ്റെ സൈഡിലൂടെയുള്ള വാക്ക് വേ ഉൾപ്പെടെ നിരവധി ഈ നഗരത്തിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 4 സംസ്ഥാന പാതകളും ഒരു ദേശീയപാതയും കടന്നുപോകുന്ന പ്രദേശമാണ് മൂവാറ്റുപുഴ. അതുകൊണ്ട് തന്നെ ഗതാഗത സംവിധാനങ്ങളുടെ ഏകോപനം പരമപ്രധാനമാണ്. സംസ്ഥാന ദേശീയപാതകൾക്കൊപ്പം മണ്ഡലത്തിലെ പ്രധാന റോഡുകൾ ഈ നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതായി UDF ചൂണ്ടിക്കാട്ടുന്നു. റിംഗ് റോഡ് പദ്ധതി പൂർത്തിയാകുന്നതോടെ നിലവിൽ അഭിമുഖീകരിക്കുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയൊരളവ് വരെ പരിഹാരമാകുമെന്നും വിലയിരുത്തുന്നു. കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും വലിയൊരളവ് വരെ പരിഹാരം കാണാൻ കഴിഞ്ഞതായാണ് ജോസഫ് വാഴക്കിന്റെ വിശ്വാസം. എന്നാൽ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണ് MLAയുടേതെന്ന് LDF പറയുന്നു. ചർച്ചകൾക്കായി ടെലിവിഷനിൽ നിറയുന്നതല്ലാതെ മണ്ഡലത്തിന് പുതിയ പദ്ധതികൾ ഒന്നും കൊണ്ടുവരാൻ ജോസഫ് വാഴക്കിനെ കഴിഞ്ഞിട്ടില്ലെന്നും ഏതൊരു മണ്ഡലത്തിനുമുണ്ടാകുന്ന പതിവ് വികസനങ്ങൾക്കപ്പുറം മൂവാറ്റുപുഴയ്ക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. ഇത് നടപ്പാക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രം മതിയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PM ഇസ്മായിൽ പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക പ്രതിസന്ധി എന്നീ വിഷയങ്ങളിലെല്ലാം MLA തികഞ്ഞ പരാജയമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 4 സ്റ്റേറ്റ് ഹൈവേയും ഒരു ദേശീയപാതയും കടന്നു പോകുന്ന സ്ഥലമാണ്. പക്ഷേ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനോ ഇതിൻ്റെ വികസനത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നില്ല. ഇപ്പോൾ മൂവാറ്റുപുഴ നിന്ന് പോകുന്ന ഈ തേക്കടി റോഡ്, മൂവാറ്റുപുഴ എറണാകുളം തേക്കടിയുടെ ഭാഗമായിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് പോകുന്ന റോഡ് കൂത്താട്ടുകുളം വരെ വികസിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതിനുള്ള നടപടികൾ പോയതാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തു. വളരെ മുന്നോട്ട് പോയ ആ പദ്ധതി ഇപ്പോൾ ഏതാണ്ട് നിശ്ചലമായിരിക്കുകയാണ്. അതൊന്നും നടക്കാത്ത സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. എങ്ങുമെത്താത്ത റിംഗ് റോഡ് പദ്ധതി, യൂറോപ്യൻ യൂണിയന്റെ സഹകരണത്തോടെ തുടങ്ങിയ മാർക്കറ്റ്, നഗരത്തിലെ ശുചീകരണ പ്രശ്നങ്ങൾ, കച്ചേരി താഴത്തിന്റെ വികസന പദ്ധതികൾ എന്നിവയെല്ലാം നടപ്പാക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും MLAയ്ക്ക് ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ലെന്നും LDF കുറ്റപ്പെടുത്തുന്നു. പൈനാപ്പിൾ കർഷകരുടെ പ്രതീക്ഷയായ നടുക്കര അഗ്രോ പ്രോസസിംഗ് കമ്പനിയെ MLAയുടെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് തന്നെ ഇല്ലായ്മ ചെയ്തതായും LDF കുറ്റപ്പെടുത്തുന്നു. വികസന പദ്ധതികളിലെ വാദപ്രതിവാദങ്ങളിൽ വോട്ടർമാർ ആർക്കൊപ്പമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. നിങ്ങളുടെ ആവശ്യം അത് വികസനത്തിൻ്റെതാണെങ്കിൽ ആ വികസനം തന്നെയാണ് രാഷ്ട്രീയമായി മാറുക. അങ്ങനെയാണെങ്കിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിനും ഒരു രാഷ്ട്രീയമുണ്ട്. ഡാനി പോളിലേക്ക്. 3 ആറുകളുടെ സംഗമമാണ് മൂവാറ്റുപുഴ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് മൂവാറ്റുപുഴയുടെ രാഷ്ട്രീയ ചിന്തകളും. പ്രാദേശികമായ വികസന പ്രശ്നങ്ങൾ, കേരളം മൊത്തത്തിൽ ബാധിക്കുന്ന കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, അതോടൊപ്പം
പ്രാദേശികമായ ചില രാഷ്ട്രീയ സങ്കീർണതകളുടെ ചേരുവകൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാത്രമാണ് മൂവാറ്റുപുഴയുടെ രാഷ്ട്രീയ മനസ്സെന്തെന്ന് മനസ്സിലാകുക. ഇത്തരം മനസ്സുകൾ പൊതുവെ സങ്കീർണമാകുമ്പോൾ തന്നെ അത് തന്ത്രപരമായി തന്നെയാണ് പാർട്ടികളും മുന്നണികളും മുന്നോട്ട് കൊണ്ടുപോവുക. ആ തന്ത്രങ്ങളെ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ വിനിയോഗിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. മൂവാറ്റുപുഴയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഡാനി പോൾ. മൂവാറ്റുപുഴ വലിയൊരു കാലമായി വലതുപക്ഷം ചേർന്നൊഴുകുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായി 2 വട്ടം ചില ചിന്തകളുണ്ടായതൊഴിച്ചാൽ മൂവാറ്റുപുഴ മണ്ഡലം എന്നത് UDFന് ഉള്ളം കൈയിലെന്ന പോൽ സ്വന്തം. പലപ്പോഴും കോൺഗ്രസും CPMും മുന്നണികളിലെ താന്താങ്ങളുടെ ഘടകകക്ഷികൾക്കാണ് മൂവാറ്റുപുഴ സീറ്റ് നൽകുന്നത്. 1991 മുതൽ 2006 വരെ കേരള കോൺഗ്രസ് ജേക്കബിലെ ജോണി നെല്ലൂരിൻ്റെ തട്ടകമായിരുന്നു മൂവാറ്റുപുഴ. കഴിഞ്ഞ തവണ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുകയായിരുന്നു. CPM പലപ്പോഴും സീറ്റ് നൽകിയത് CPIക്കുമാണ്. ആകെയുള്ള ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണം നാളുകളായി LDF നിയന്ത്രിക്കുന്നു. 11 ഗ്രാമപഞ്ചായത്തുകൾ. പക്ഷേ LDFും UDFും ഒരുപോലെ ശക്തി തെളിയിക്കുന്നവയാണ്. കാർഷിക മേഖലയാണ് പൊതുവെ മൂവാറ്റുപുഴ. ഇടത്തരം കർഷകരാണ് കൂടുതൽ. റബ്ബർ, പൈനാപ്പിൾ കർഷകരാണ് ഏറിയ പങ്കും. നഗരത്തിലേക്കെത്തുമ്പോൾ കച്ചവട സ്ഥാപനങ്ങളും. കോൺഗ്രസിലെ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് എമ്മിനും ജേക്കബ് വിഭാഗത്തിനും ഒരുപോലെ സ്വാധീനം മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രതിസന്ധികളും തീരുമാനങ്ങളും UDFനെ സ്വാധീനിക്കും. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റൊരു ദിശാസൂചികയാണ്. നിലവിൽ പൈനാപ്പിൾ കർഷകർ പ്രതിസന്ധിയിലാണ്. ഇതിനൊരു വലിയ കാരണം NAPCയുടെ തകർച്ചയാണ്. എന്നാൽ നടുക്കര അഗ്രോ കമ്പനി താൻ പൊതുമേഖലയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് MLA പറയുന്നത്. മൂവാറ്റുപുഴയെ ജില്ലയാക്കി മാറ്റുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉയരുന്ന ചോദ്യങ്ങൾക്ക് തടയിടാൻ മാത്രമാണ് ഇതുകൊണ്ട് ശ്രമിക്കുന്നതെന്ന് LDF മറുപടി പറയുന്നു. 5 കൊല്ലത്തിൻ്റെ അവസാനത്തെ നാളുകൾ നിൽക്കുകയാണ്. വെറും 1.5 മാസക്കാലം മാത്രം നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ മലയാള മനോരമ സംഘടിപ്പിച്ച ആ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ആ സെമിനാറിലും വളരെ അസന്നിഗ്ധമായിട്ട് പറയുന്നത് ജില്ല രൂപീകരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. ജില്ല രൂപീകരിക്കാൻ ശ്രമം നടത്താതെ വെറുതെ ജില്ല എന്നുള്ള ഇങ്ങനെ ഒരു വ്യാമോഹം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആളുകളുടെ ഇടയിൽ. അപ്പോൾ ഇവിടുത്തെ വികസന പ്രശ്നങ്ങളിൽ നിന്ന്, അതിൻ്റെ പോരായ്മകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ആസൂത്രിതമായ ഒരു പ്രചരണം മാത്രമാണ് ഈ ജില്ല രൂപീകരണം എന്നുള്ളത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ ഉരകല്ലാകും തെരഞ്ഞെടുപ്പെന്നാണ് UDF വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തുടർച്ച ലഭിച്ചാൽ പദ്ധതികളുടെ പൂർത്തീകരണം തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ജോസഫ് വാഴക്കൻ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും പൂർത്തിയാക്കണം. ഞങ്ങളുടെ റിംഗ് റോഡ് എന്നുള്ള ഞങ്ങളുടെ സ്വപ്നം പകുതിയായി നിൽക്കുകയാണ്. കൊച്ചിയുടെ ഒരു സാറ്റലൈറ്റ് സിറ്റിയാണിത്. IT മേഖലയിൽ ഞങ്ങൾക്ക് കുറേ മുന്നേറ്റം ഉണ്ടാകണം. ഇപ്പോൾ IAS അക്കാഡമിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇതൊക്കെ നമ്മുടെ വലിയ സ്വപ്നങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് പദ്ധതികൾ നടപ്പാക്കി മുന്നോട്ടു പോകണമെന്നാണ് LDFന്റെ മണ്ഡലത്തെക്കുറിച്ചുള്ള നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ മറ്റു വിഷയങ്ങൾക്കൊപ്പം ഇതും ചർച്ച ചെയ്യപ്പെടണമെന്നും LDF കരുതുന്നു. കൃഷിക്കാരന് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതിന് മാർക്കറ്റിങ്ങിനുള്ള ശാസ്ത്രീയമായ സംഗതി വേണം. അതാണ് ഈസി മാർക്കറ്റ് നന്നായിട്ട് വികസിപ്പിക്കുകയാണെങ്കിൽ ഈ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടും, അവിടെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അതിനുള്ള സംവിധാനം ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. കോടികൾ മുടക്കി 16 ഏക്കർ സ്ഥലമെടുത്ത് യൂറോപ്യൻ സാമ്പത്തിക സമൂഹത്തിൻ്റെ സഹായത്തോടെ ഇത്ര വിപുലമായ ഒരു മാർക്കറ്റ് സൗകര്യം ഉണ്ടാക്കിയിട്ട് പോലും ആ സൗകര്യം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. നഗരകേന്ദ്രീകൃതമായ വിഷയങ്ങളാകില്ല ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ മണ്ഡലത്തിന്റെ പരമ്പരാഗത സ്വഭാവത്തെയും ഒരുപക്ഷെ അത് മാറ്റിയെടുത്തേക്കാം. കണക്കിലെ കരുത്തുകൊണ്ട് തന്നെയാണ് UDF മൂവാറ്റുപുഴയാറിൽ തുഴയെറിയുന്നത്. എന്നാൽ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് LDFും കരുതുന്നു. മൂവാറ്റുപുഴയാറിൻ്റെ ഓളപ്പരപ്പുകൾ ആർക്ക് അനുകൂലമെന്നത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.